ഹലോ, നമസ്കാരം. ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പ്രോൺസിനെ കൊണ്ടുള്ളൊരു വിഭവമാണ്. അതിനായി ഞാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും പരിചയപ്പെടാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1/4 കിലോ പ്രോൺസ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ള പ്രോൺസ് ആണ് എനിക്ക് കിട്ടിയത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനകത്തുള്ളൊരു കറുത്ത നാട പോലത്തെ ഒരു അഴുക്കുണ്ട്. അത് നമ്മൾ കഴിക്കുന്നത് കൊള്ളില്ല. അതെല്ലാം മാറ്റി റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ആണ്. മീഡിയം വലുപ്പത്തിലുള്ളൊരു സവാള നുറുക്കിയ കഷ്ണങ്ങളാക്കിയത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, ബട്ടർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ പുതിനയില, 1/2 ടീസ്പൂൺ മല്ലിയില, ഒരു ചെറിയ ലെമണിൻ്റെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചതച്ചെടുത്ത് വെച്ചത്, വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ചെമ്മീൻ ബട്ടർ മസാല തയ്യാറാക്കാനുള്ള പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് നന്നാക്കി ചൂടാക്കി എടുക്കാം. നന്നായി ചൂടായി വരട്ടെ. നന്നായി പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടാവട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മുടെ വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്കൊന്ന് നന്നായൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ്, പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ശകല ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി നമുക്ക് ഈ പ്രോൺസ് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും മുളകും ഈ ഫ്ലേവറും എല്ലാം പിടിച്ച് നമ്മുടെ ചെമ്മീനൊന്ന് കുക്കായി വരട്ടെ. ഏകദേശം 3-4 മിനിറ്റ് നമുക്ക് ചെമ്മീനെ കുക്ക് ചെയ്യാനായിട്ട് വിടാം. ഫ്ലേവറൊക്കെ പിടിച്ച് നന്നായി കുക്കായി വരട്ടെ. ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ചെമ്മീൻ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് പകർത്തി വയ്ക്കാം. കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ ഫ്ലേവറൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ. ഇനി നമുക്ക് ചെമ്മീന് വേണ്ട മസാല ഉണ്ടാക്കാം. നന്നായി പാൻ ചൂടായി വരട്ടെ. ഇതേ ചട്ടിയിൽ തന്നെ, ഇതേ പാനിൽ തന്നെയാണ് ഞാൻ മസാലയും കൂടെ തയ്യാറാക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മെൽട്ടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ബട്ടറിന് ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ വന്ന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ ബട്ടറിലേക്ക് ഇറങ്ങും. എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്തെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായി വെന്ത് വരണം. ഈ ബട്ടറിലും ഗാർലിക്കിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങി സവാള നന്നായി വെന്ത് വരട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വേഗം വഴറ്റിയെടുക്കാനായിട്ട് ശകല ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. തീയൊക്കെ ക്രമീകരിക്കുക. ആവശ്യത്തിന് സവാള സോട്ടായി വന്നിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായി ഇളക്കാം. നന്നായി മിക്സ് ചെയ്ത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുക്കാവണം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വരണം. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്തു. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോകരുത്. ചെറുതീയിലിട്ട് വേവിക്കുക. നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാലയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളിലും മസാലയെല്ലാം പിടിച്ച് നന്നായി കുക്കായി വരട്ടെ.
നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ട എരിവ് മാത്രമേ ഞാനിപ്പോൾ ഈ റെസിപ്പിയിൽ കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള കുരുമുളക് പൊടി ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ നമുക്ക് ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല, വേഗം വെന്ത് കിട്ടും. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ വെന്ത് കിട്ടും. നന്നായി മിക്സ് ചെയ്തു. അതിന് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ലെമൺ ജ്യൂസ് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിക്നെസ് വേണ്ടിയ വിധത്തിൽ നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും ഒന്ന് കുക്കായി വരട്ടെ. നന്നായി കുക്കാവുന്നവരെയും വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക, പുളി, എരിവ് എല്ലാം നോക്കി ക്രമീകരിക്കാവുന്നതാണ്. നമ്മുടെ പ്രോൺസ് മസാല ഓൾമോസ്റ്റ് റെഡിയാണ്. ബട്ടറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് നല്ലതാണ്. അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും നന്നായി പോകുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പ്രോൺസ് മസാല ഇവിടെ റെഡിയാണ്. ബട്ടർ പ്രോൺസ് മസാല ഇവിടെ റെഡിയാണ്. നല്ല സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ബട്ടർ പ്രോൺസ് മസാല ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരേക്കും താങ്ക്